നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും ദീർഘസമയം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ജോലികളും കാരണം പലർക്കും ഇന്ന് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ. കാലിലെ നാളങ്ങളിൽ വീർപ്പും വളവും കാണിക്കുകയും വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഇത്. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് ക്ലിനിക്കൽ ഇമേജിംഗ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എസ് സുധിൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇന്ന് ഒരുപാട് കേൾക്കുന്നൊരു പ്രശ്നമാണ് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. സ്ത്രീകളിൽ അധികവും കേൾക്കാറുണ്ട് ഈ ഒരു പ്രശ്നം. എന്താണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാമോ? വെരിക്കോസ് വെയിൻ പറഞ്ഞാൽ വെയിൻസ്, കാലിലുള്ള വെയിൻസ് തടിച്ചു വരുന്ന ഒരു അസുഖമാണ്. ഇത് പല കാരണങ്ങളും കൊണ്ടും ഉണ്ടാവാം. ആദ്യത്തെ ഒരു കോമൺ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജനറ്റിക് ആവാനാണ് മോസ്റ്റ് കോമൺ കോസ്. അതായത് ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വെയിൻസ് തടിച്ചു വരുന്നുണ്ടെങ്കിൽ മിക്കവാറും അവരെ മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാവാൻ നല്ലൊരു സാധ്യതയുണ്ട്. രണ്ട്, കൂടുതൽ നേരം ജോലി നിന്നിട്ട് ചെയ്യുന്ന ആൾക്കാർ, സെക്യൂരിറ്റി പേഴ്സണൽ അല്ലെങ്കിൽ കുറേ നേരം ടീച്ചേഴ്സ്, അവർക്കെല്ലാം ഇങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ കാലിൽ ബ്ലഡിൻ്റെ പ്രഷർ കാലിൻ്റെ വെയിൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് ആ വെയിൻസിൻ്റെ വാൽവുകൾക്ക് ഡാമേജ് പറ്റുമ്പോഴാണ് ഇങ്ങനെ വെയിൻസ് തടിച്ചു വരുന്നത്. ഫീമെയിൽസിൽ പ്രഗ്നൻസി തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കോസായി വരും. എന്തുകൊണ്ട് പ്രഗ്നൻസിൻ്റെ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് വഴി ഈസ്ട്രജൻ ഹോർമോൺ ലെവൽ കൂടുമ്പോൾ ഈ വെയിൻസിൻ്റെ വാൽവ്സ് വീക്കാവും. അങ്ങനെ വീക്കാവുമ്പോൾ ആ വെയിൻസ് തടിച്ചു വരും. അങ്ങനെ തടിച്ചു വരുമ്പോൾ ആ വെയിൻസ് വാൽവ്സ് തന്നെ ഡാമേജ് ആവുകയും ചെയ്യും. അപ്പം അങ്ങനെ പ്രഗ്നന്റ് ഫീമെയിൽസിലും ഇങ്ങനെ വെയിൻസ് തടിച്ചു വരും. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വെയിൻസ് കുറച്ചും കൂടി ചെറുതാവും. പക്ഷെ കാലം കൂടുമ്പോൾ ആ വെയിൻസ് തടിച്ച് തന്നെ വരും. പിന്നെ വയസ്സായ ആൾക്കാർക്ക് വെയിൻസ് കുറച്ച് വീക്കാവാൻ തുടങ്ങും. അങ്ങനെയും വരാം. ഡോക്ടർ, ഈ വെയിൻസ് ഇങ്ങനെ തടിച്ച് കാല് തടിച്ചിരിക്കുന്നത് ഒരു അഭംഗിയായിട്ടാണ് കരുതുന്നത്. അങ്ങനെ കരുതുമ്പോൾ ഇത് വെറും ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാത്രം കരുതുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപകടകരമായ ഒരു രോഗാവസ്ഥയാണോ? പ്രൈമറിലി ആദ്യമായി കണ്ടുവരുന്നത് വെറും ഒരു വെയിനിന്റെ വീക്കമാണ്. ഇത് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ്. ആൾക്കാർ സാധാരണ ഇപ്പോൾ ഷോർട്ട് നീ വരെയുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ മെയിൽസ് ആണെങ്കിൽ ഷോർട്ട്സ് ഇടുമ്പോൾ കാലിലുള്ള ഈ വെയിൻസ് കാണുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ തന്നെയാണ്. പക്ഷെ അതിന് ഉപരി പ്രായമായ ആൾക്കാർക്ക് കൂടി ഇങ്ങനെ വെയിൻസ് കൂടുതലായി തടിച്ച് വരുമ്പോൾ സ്കിന്നിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഈ വെയിനിന്റെ പ്രഷർ കൊണ്ടാണല്ലോ വീക്കം വരുന്നത്. അങ്ങനെ വീക്കം വരുമ്പോൾ ബ്ലഡ് വെയിൻസിന് ലീക്ക് ചെയ്ത് സ്കിന്നിലേക്ക് വരും. സ്കിന്നിലേക്ക് ഇങ്ങനെ ബ്ലഡ് ലീക്ക് ചെയ്ത് വരുമ്പോൾ അവിടെ കളർ ചേഞ്ച് വരും. അങ്ങനെ കളർ ചേഞ്ച് വരുമ്പോൾ നമ്മളെ സ്വന്തം സോഫ്റ്റായ ആ ചർമ്മം പോകും. എന്നിട്ട് നമ്മുടെ ആങ്കിൾസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രായമുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആങ്കിൾസ് ശ്രദ്ധിച്ച കാണും കുറച്ച് ഡാർക്ക് കളറായി വരുന്നത്. അവിടെ ഇങ്ങനെ ഡാർക്ക് കളറായി വരുന്ന സമയത്ത് അവിടെ ചൊറിച്ചിൽ വരും. ചൊറിയുമ്പോൾ രാത്രി ഉറങ്ങുന്ന നേരത്തെ അറിയാതെ ചൊറിഞ്ഞു പോകും. അങ്ങനെ അറിയാതെ ചൊറിഞ്ഞു പോകുമ്പോൾ അവിടെ അൾസേഴ്സ് ഉണ്ടാവും. അതായത് അവിടെ സ്കിന്നിൽ ഡിഫക്റ്റ് വന്ന് ആ അൾസർ വലുതായി പിന്നെ അത് ഉണങ്ങാതിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ്. പ്രായമായ ആൾക്കാർക്ക് അങ്ങനെ കാലിൽ ഇങ്ങനെ അൾസർ വരുമ്പോൾ അത് വേറെ ഇൻഫെക്ഷൻ്റെ കാരണമാവും. അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ആ അൾസർ ഉണങ്ങുമില്ല. എന്നുകൊണ്ട് അണ്ടർലൈൻ കോസ് വെരിക്കോസ് വെയിൻ ആണെങ്കിൽ ആ വെരിക്കോസ് വെയിൻ ട്രീറ്റ് ചെയ്യാത്ത കാലം വരെ ആ അൾസേഴ്സ് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ അൾസർ വരുന്നതിന് മുമ്പും സ്കിന്നിലുള്ള ചേഞ്ചസ് വരുന്നതിന് മുമ്പും ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ വെരിക്കോസ് വെയിൻ്റെ ഈ ഡിസീസ് പ്രോസസ്സ് ഒരു 10 തൊട്ട് 20 വർഷം വരെ നിൽക്കുന്ന സംഭവമായിരിക്കും. അപ്പോൾ സ്കിൻ ചേഞ്ചസ് വരുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കോസ്മെറ്റിക് റീസൺസ് ആണെങ്കിലും ട്രീറ്റ് ചെയ്യുന്നതിന് യാതൊരു തെറ്റും.
ഡോക്ടർ, അതുപോലെ ഈ ആളുകൾ ഈ വെരിക്കോസ് വെയിനുള്ള ആളുകൾ സോക്സ് ഒക്കെ ധരിച്ചിട്ട് കാണാം. അല്ലെങ്കിൽ ഈ സോക്സ് ധരിച്ചാൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാത്രം ഈ ഒരു രോഗാവസ്ഥ നമുക്ക് മാറ്റാൻ സാധിക്കുമോ? അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർ എല്ലാവരും അത് ചോദിക്കുന്നതാണ്, ഇത് ഗുളികകൾ പോകുമോ? ഗുളിക കഴിച്ചാൽ ഈ വീക്കായ വാൽവ്സ്, ഡാമേജ്ഡ് ആയ വാൽവ്സിനെ നമുക്ക് മരുന്ന് കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല. പിന്നെയുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിങ്സ് ആണ്. അതായത് കാല് തൊടവരെയുള്ള ടൈറ്റായി നിൽക്കുന്ന ക്ലാസ് 2 സ്റ്റോക്കിങ്സ്. സാധാരണ ആൾക്കാർ ഇടുന്ന, ലേഡീസ് ഇടുന്ന സ്റ്റോക്കിങ്സ് അല്ല, ക്ലാസ് 2 സ്റ്റോക്കിങ്സ് ആണ്. അത് കുറച്ച് ടൈറ്റായ സ്റ്റോക്കിങ്സ് ആണ്. അത് ഇടുമ്പോൾ ഈ തടിച്ചു കൊടുത്ത വെയിൻസിനെ നമുക്ക് കംപ്രഷൻ കിട്ടും. അപ്പോൾ ആ വീക്ക് നമുക്ക് കുറക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല. ഇത് നമുക്ക് താൽക്കാലികമായിട്ട് ആ വെയിൻസ് കൂടുതൽ വീങ്ങാതിരിക്കാൻ, സ്കിൻ ചേഞ്ചസ് വേണമെങ്കിൽ പ്രിവെന്റ് ചെയ്യാനുമുള്ളതാണ്. പക്ഷെ സ്റ്റോക്കിങ്സ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇടുകയും ചെയ്യണം. രാത്രി ഉറങ്ങാൻ നേരം വരെ അത് കണ്ടിന്യൂസ് ആയി വെയർ ചെയ്യണം. അത് ഇട്ടുകൊണ്ടേയിരിക്കണം. അത് എല്ലാ ദിവസവും ചെയ്യാൻ പ്രായോഗികമല്ല. അപ്പോൾ സ്റ്റോക്കിങ്സ് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് മെഷർ എന്ന സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇൻ ദി എൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ. ഈ ശസ്ത്രക്രിയ നമ്മൾ ഏത് സമയത്താണ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ഇത് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്ന് തീരുമാനിക്കുക ഏത് സാഹചര്യത്തിലാണ്? ഇവർക്ക് ഈ വെയിൻസ് തടിച്ചു വന്ന് ഒരു കോസ്മെറ്റിക് ആണ്, അവർക്ക് അത് വെയിൻസ് അവരെ കാണുമ്പോൾ വേറെ ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ വെയിൻസ് കാണുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ഈ വെയിൻസ് തടിച്ചു വന്ന് സ്കിന്നിൽ ചേഞ്ചസ് വരുമ്പോൾ താനെ അവർക്ക് അവിടെ സ്കിന്നിന്റെ കളർ ചേഞ്ച്, കറുത്ത നിറം, പിന്നെ ചൊറിച്ചിൽ വരുമ്പോൾ താനെ അവിടെ അൾസേഴ്സ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിന്റെ മുമ്പേ സ്കിൻ ചേഞ്ചസ്, കുറച്ച് പിഗ്മെന്റേഷൻ, കുറച്ച് കറുത്ത നിറം വരുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ വേദന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് കാല് ഭയങ്കര ടൈറ്റായി തോന്നും, കാലിന് നീര് വെക്കും, രാത്രിയാകുമ്പോൾ ഭയങ്കര കടച്ചിലായിരിക്കും. പ്രായമായ ആൾക്കാർക്ക് മുട്ടിന്റെ തേയ്മാനവും കൂടി ഉണ്ടാവും. അപ്പോൾ വെരിക്കോസ് വെയിന്റെ വേദനയും മുട്ടിന്റെ തേയ്മാന വേദനയും ഭയങ്കര രണ്ടും ഒരുമിച്ച് സഹിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ ശസ്ത്രക്രിയക്ക് പുറമെ എന്തെല്ലാം ചികിത്സാ മാർഗങ്ങൾ ലഭ്യമാണ് ഡോക്ടർ? താൽക്കാലികമായി ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യണം. കാല് കുറച്ച് കൈനത്രയും കയറ്റി വെക്കുക. പിന്നെ കുറേ നേരം നിൽക്കാനോ ഇരിക്കാനോ അവോയ്ഡ് ചെയ്യുക. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാക്ക് ചെയ്ത് കാലിൽ കുറച്ച് മസിൽസ് എല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് കുറച്ചൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടും. പക്ഷെ എന്ത് ചെയ്യാൻ അവർക്ക് സർജിക്കലി അല്ലെങ്കിൽ ഇന്റർവെൻഷൻ വഴി ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ, വെരിക്കോസ് വെയിന് പലതരത്തിലുള്ള ചികിത്സാ രീതികളെ പറ്റി കേൾക്കാറുണ്ട്. ലേസർ ചികിത്സ അല്ലെങ്കിൽ ഗ്ലൂ ചികിത്സ എന്നൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഏത് ചികിത്സയാണ് കൂടുതൽ ഫലപ്രദം? ലേസർ ചികിത്സയാണോ അതോ വെനസീൽ അല്ലെങ്കിൽ ഗ്ലൂ ചികിത്സയാണോ ഏറ്റവും ഫലപ്രദമായി ഇപ്പോൾ നടക്കുന്നത്? ലേസർ ട്രീറ്റ്മെന്റ് ഇപ്പോൾ വന്നിട്ട് ഒരു മിനിമം 25 to 30 ഇയേഴ്സ് ആയി. അപ്പം അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. അതുകൂടാതെ ഇപ്പോൾ പറയുന്ന ഗ്ലൂ അല്ലെങ്കിൽ വീനാസീൽ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, അതൊരു 10-15 ഇയേഴ്സ് ആയി. ലോങ് ടേം സ്റ്റഡീസ് നോക്കുമ്പോൾ ഇൻ ദി എൻഡ് ഇവർ രണ്ടാൾക്കും നല്ല റിസൾട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 95% ബോത്ത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻ ദി എൻഡ് ഒരു 6 to 1 ഇയർ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിന് ഒരു 95% ട്രീറ്റ്മെന്റ്സ് കിട്ടുന്നതാണ് ലോങ് ടേം നോക്കിയാൽ. ബട്ട് ഇൻ ദ ഷോർട്ട് ടേം നമുക്ക് ഗ്ലൂവിൻ്റെ വീനസിൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിൽ കുറേ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ട്. അത് എസ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരും പ്രായമായ ആൾക്കാർക്കും ഗ്ലൂ ഇസ് എ ഗുഡ് ഓപ്ഷൻ. ലേസർ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം സർജിക്കലായി ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആദ്യം കാല് മരവിപ്പിക്കേണ്ടി വരും. അത് അനസ്തീസിയ വഴിയാണ് ചെയ്യുന്നത്.
അത് കൂടാതെ കരിക്കുന്ന വെയിൻസിന്റെ ചുറ്റും നമുക്ക് ഒരു സൂചി വെച്ച് ഇഞ്ചക്ഷൻ തന്ന് ആ വെയിൻ്റെ ചുറ്റും ഒരു ഫ്ലൂയിഡ് കയറ്റുന്നുണ്ട്. ലേസർ വഴി നമ്മൾ ചെയ്യുമ്പോൾ അത് കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വെയിൻ്റെ വോൾസിൽ ഒരു ഹീറ്റ് കൊണ്ട് അതിൻ്റെ വോൾസ് ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂട് കുറച്ച് പേഷ്യൻ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാല് മരവിപ്പിക്കുന്നതും വെയിൻ്റെ ചുറ്റും കുറേ ഇഞ്ചെക്ഷൻസ് തരുന്നത്. അത് ആ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകും. പക്ഷേ വീനസീലോ ബ്ലൂ ആണെങ്കിൽ അങ്ങനെ ഒരു കാല് മരവിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറോ അനസ്തീസിയോ നമുക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾക്ക് വെറും ആ വെയിൻ്റെ ഉള്ളിൽ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞ് ആ വെയിനിലേക്ക് ചെറിയ ചെറിയ എമൗണ്ട്സ് ഓഫ് ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്ത് ആ വെയിനെ നമ്മൾ അമർത്തി പിടിച്ചാൽ തന്നെ അത് ഗ്ലൂ വഴി ഒട്ടും. ലേസർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വെയിനിന്റെ വോൾസ് കരിക്കുകയാണ് ചെയ്യുന്നത്. വെയിനെ നമ്മൾ ഒട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായാലും പേഷ്യൻ്റ് ഒരു 2 to 3 months കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ റെഗുലർലി സ്റ്റോക്കിങ്സ് ഇടേണ്ടി വരും. അതുകൊണ്ട് സ്റ്റോക്കിങ്സ് ഇട്ടാലും അത് കാലിലുള്ള ആ വെയിൻസ് കൊളാപ്സ് ചെയ്ത് ഒട്ടിയിട്ട് നിൽക്കുക. അങ്ങനെ ഒട്ടി നിൽക്കുന്ന വെയിൻസ് ഹീറ്റ് കൊണ്ട് ഡാമേജ് ആയതുകൊണ്ട് ഒരു മാസം 2 മാസം ആകുമ്പോഴത്തേക്ക് താനെ ഒട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. Whereas in a venous series, we are almost immediately compressing and എന്താ പറയുന്നത് വെയിൻ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 2 weeks to 3 weeks മാത്രമേ പിന്നെ സ്റ്റോക്കിങ്സ് ഇടേണ്ട ആവശ്യമുള്ളൂ. ഈ ചികിത്സയ്ക്ക് ഏകദേശം എത്രത്തോളം സമയം ആവശ്യമായിട്ട് വരും ഡോക്ടർ? നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു പോകുന്ന രീതിയിലാണോ ഇത് ചെയ്യാൻ സാധിക്കുക? both procedures ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൊസീജിയർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 40 minutes to 1 hour അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാവിലെ വന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ട പേഷ്യൻ്റ് പ്രൊസീജിയേഴ്സ് ആണ് രണ്ടും. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വാരിക്കോസ് വെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസർ ഓർ ഗ്ലൂ ട്രീറ്റ്മെന്റ് കൂടാതെ അവരെ ചെറിയ ചെറിയ വെയിൻസ്, ആ വെയിൻസിന് ട്രീറ്റ്മെന്റ് സ്ക്ലീറോതെറപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ്. അപ്പം ദാറ്റ് വി യൂഷ്വലി ഡു ആഫ്റ്റർ 1 week. അപ്പോൾ ലേസർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ വെയിൻസ് എല്ലാം പ്രോബ്ലം ഉണ്ടാകുന്നെങ്കിൽ നമുക്കതിൽ സ്ക്ലീറോതെറപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്, അതും ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. അത് നമ്മൾ യൂഷ്വലി ഈ ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഈ വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നിങ്ങളെ കാലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന വെയിൻസ് മാത്രമല്ല നിങ്ങളുടെ കാലിലുള്ളത്. ആ തടിച്ചുള്ള വെയിൻസിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ കാലുകളിൽ ചുറ്റും വേറെ വെയിൻസും കൂടി ഉണ്ട്. പിന്നെ ഇതൊരു ജനറ്റിക്കും ഒരു ഓക്യുപേഷണൽ ഡിസീസ് ആയതുകൊണ്ട് കൂടുതൽ നേരം പിന്നെയും നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വെയിൻസ് ആദ്യം തടിച്ചു വരാം. പക്ഷെ അത് അത്ര സിവിയർ ആയിട്ട് വരണമെന്നില്ല. മോസ്റ്റ്ലി കുറച്ച് അവിടെ ചെറിയ ചെറിയ വെരിക്കോസ് വെയിൻസ് മാത്രമേ കാണാറുള്ളൂ. പ്രൈമറി ട്രീറ്റ്മെന്റ് കറക്റ്റായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. ഡോക്ടർ, ഇപ്പോൾ ഈ ലേസർ ഗ്ലൂ പോലുള്ള ചികിത്സകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളുണ്ടോ? ഇത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ലേസർ ആണ് കുറച്ച് നമുക്ക് ചെറിയൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത്. ലേസർ നമ്മൾ ഒരു 200 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ ഹീറ്റ് കൊണ്ടാണ് ആ വെയിൻസിന്റെ വോള് നമ്മൾ കരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കരിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് ജനറലി ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞത് ഇനി കരിക്കുമ്പോൾ ആ വെയിനിന്റെ ചുറ്റും നമ്മൾ ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യണം, എന്നാലേ സ്കിന്നിൽ ആ ഹീറ്റ് എത്താതിരിക്കും. അങ്ങനെ ഫ്ലൂയിഡ് കറക്റ്റായിട്ട് വെയിൻസിൽ എത്തിയിട്ടില്ലെങ്കിൽ ചില ഭാഗത്ത് സ്കിൻ ബേൺസ് എല്ലാം ഡിസ്ക്രൈബ്ഡ് ആണ്. അതായത് ഹീറ്റ് ലേസർ ചെയ്ത് വെയിൻസ് കരിക്കുമ്പോൾ സ്കിന്നിലുള്ള ബേൺസ് ഡിസ്ക്രൈബ്ഡ് ആണ്. അപ്പം അങ്ങനത്തെ ബേൺസ് കുറച്ച് ട്രീറ്റ് ചെയ്യാനും കുറച്ച് പെയിൻഫുൾ ആണ്. പക്ഷേ ഗ്ലൂവിനകത്ത് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതുണ്ട്, നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വേറെ ഒരു ഗ്ലൂ യൂസ് ചെയ്യുന്നു. അപ്പോൾ വെയിൻസ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ വേറെ ഒരു ഡാമേജും ചെയ്യുന്നില്ല. അപ്പം സ്കിന്നിലേക്കൊന്നും ഇഷ്യൂസ് വരാറില്ല.
very, very rarely some patients have a reaction to glue. അത് just described ആണ്, which not at all common. So ആ reasons എല്ലാം വെച്ചിട്ടാണ് Venacil or glue is a preferred option for people who do not want to suffer any kind of discomfort during the procedure or after the procedure. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.